വെൽക്കം ടു മെൻഡസ് സ്കൂൾ ഓഫ് ഇംഗ്ലീഷ്. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഞാൻ ഓൾറെഡി 12 ടെൻസിന്റെയും ക്ലാസ് എടുത്തതായിരുന്നു. 25 മിനിറ്റിൽ ആ ക്ലാസ് എടുത്തതാണ്. വളരെ സ്പീഡിൽ എല്ലാ ടെൻസും ഡീറ്റെയിൽ ആയിട്ട് ഒരുവിധം പറഞ്ഞു ഞാൻ. അപ്പൊ അതിന്റെ താഴെ കുട്ടികൾ ഒരുപാട് കമന്റ് ഇട്ടു, ഇത്തിരിയോടെ നന്നായിട്ട് എക്സസൈസ് കുറച്ചുകൂടെ തരാമോ, ഇത്തിരിയോടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമോ എന്നൊക്കെ ചോദിച്ചു. എല്ലാ ടെൻസും അങ്ങനെ എടുത്ത് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് 1 by 1 ഈ 12 ടെൻസസും ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതായത് പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻ, എങ്ങനെയാണോ അതിനകത്ത് എന്തെല്ലാം നിങ്ങൾ അറിയണോ ഓരോ ടെൻസിനകത്തും അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സസൈസസ് തന്ന് ഞാൻ ക്ലാസ് എടുക്കാം. അപ്പൊ 12 ദിവസമായിട്ട് ഓരോ ലെസൺ വെച്ച് ക്ലാസ് എടുത്തു തരാം. അത് കീപ് വാച്ചിങ്, അതായത് നിങ്ങൾ നോക്കണം ആദ്യം മുതൽ. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ടെൻസ് തറവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണേലും സംസാരിക്കാം. നിങ്ങൾ കോൺഫിഡന്റ് ആവും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അറിയാതിരിക്കുന്ന നേരം നെഗറ്റീവ്സ് പറയാൻ അറിയാം, തെറ്റില്ലാതെ സംസാരിക്കാൻ അറിയാം എന്ന് തോന്നും. പക്ഷെ ടെൻസസ് തറവായിരിക്കണം. അപ്പൊ ഞാൻ ഓരോ ടെൻസും അങ്ങനെ പറഞ്ഞുതരാം. എന്നോടൊപ്പം നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനും അങ്ങനെയൊന്നും ചേരേണ്ട. ടെൻസസ് പഠിച്ചാൽ തന്നെ നന്നായിട്ട് നിങ്ങൾക്ക് പറ്റും. പിന്നെ നിങ്ങൾ കോൺഫിഡന്റ് ആവും, പറയുന്ന പോലെ സംസാരിച്ചാൽ മതി. ഓക്കെ, എന്തിനാണേലും കോമ്പറ്റേറ്റീവ് എക്സാമിനാണേലും ടെൻസസ് തറവാണം. സ്പീക്ക് ചെയ്യാൻ തെറ്റുകൂടാതെ എഴുതാനും പറയാനും എന്ത് വേണം, ടെൻസസ് തറവാണം. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ് എടുത്തു തരാം. അപ്പം നിങ്ങൾക്കറിയാമല്ലോ ടെൻസസ് എത്രയെണ്ണമാണ്. there are 3 main tenses. Each tense again divided into 4. Present, past, future. Presentനകത്ത് simple present, present continuous, present perfect continuous. Simple, continuous, perfect continuous. Past ആകുമ്പോ simple past, past continuous, past perfect continuous. Future ആകുമ്പോ simple future continuous, future perfect continuous. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുകൊണ്ട്, വളരെ കുറച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരാം. അപ്പൊ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ്. വളരെയധികം നിത്യജീവിതത്തിൽ എഴുതാനും പറയാനും ഒക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ടെൻസാണ് ഏത്, സിമ്പിൾ പ്രസന്റ്. എപ്പോഴും മിസ്റ്റേക്ക് വരുന്ന ടെൻസുമാണ് സിമ്പിൾ പ്രസന്റ്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്ന് എടുത്തു തരാം. അതായത് നമ്മൾ എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്. വി യൂസ് ദ സിമ്പിൾ പ്രസന്റ് ടെൻസ് ടു ടോക്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ഹാപ്പൻ റെഗുലർലി ഓർ ഫാക്ട്സ്. നിത്യസത്യങ്ങള്, യൂണിവേഴ്സൽ ട്രൂത്ത്, എവരിഡേ ആക്ഷൻസിനെ കാണിക്കാനാണ് എപ്പോഴും ഏത് ഉപയോഗിക്കുന്നത്, സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ഉപയോഗങ്ങള് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യം. അതിന്റെ പോസിറ്റീവ് സെന്റൻസ് പറയുന്നത് സബ്ജക്ട് പ്ലസ് ബേസ് വെർബ്. ആ ബേസിനകത്ത് നിങ്ങൾക്കറിയാം എസ് ഓർ എസ് അർത്ഥം വരും, റൂട്ട് ഫോമും വരും. സിംഗുലറും പ്ലൂറലും. സിമ്പിൾ പ്രസന്റില് ഉപയോഗിക്കുന്ന വെർബ് ഫസ്റ്റ് ഫോമിൽ എന്ത് വരും, സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. അക്കോർഡിംഗ് ടു ദ സബ്ജക്ട് വെർബ് അവിടെ മാറും. അപ്പൊ ഫസ്റ്റ് എഗ്രിമെന്റ് തന്നെ സിമ്പിൾ പ്രസന്റിലാണ് വരുന്നത്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഉണ്ട് 24. അതിനകത്ത് ഫസ്റ്റ് എഗ്രിമെന്റ് ആണ് ഇഫ് ദ സബ്ജക്ട് സിംഗുലർ verb should also be singular. If the subject plural, verb should also be plural. അതാണ് ഫസ്റ്റ് എഗ്രിമെന്റ്. അത് വരുന്നതും ഏത് ടെൻസിലാണ്, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്, പ്രസന്റിലാണ് അത് വരുന്നത്. അപ്പൊ ഇവിടെ സിംപ്ലി സബ്ജക്റ്റും വെർബിന്റെ ഫസ്റ്റ് ഫോമോ ഉള്ളൂ, ബേസ് ഫോമോ ഉള്ളൂ അവിടെ. അപ്പൊ സൂര്യൻ കിഴക്കുദിക്കുന്നു. സൂര്യൻ ഉദിക്കുക എന്നുള്ളതിന് എന്താണ്, റൈസ്. സൂര്യൻ ഒരാളായതുകൊണ്ട് അപ്പൊ സൂര്യൻ ദ സൺ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരത്തുള്ളൂ, റൈസസ്. The sun rises in the east. Rise പറയില്ല, പിന്നെ എന്താണ്, റൈസസ്. അപ്പൊ സിംഗുലർ റൂട്ട് ഫോം എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, ബേസ് ഫോം പ്ലൂറൽ ആണ്, ബെയർ ഇൻഫിനിറ്റീവ് എപ്പോഴും പ്ലൂറൽ ആണ്. അതിനോട് കൂടി എസ്ഒ ഇഎസ്ഒ ചേർക്കുമ്പോഴാണ് വെർബ് എന്താകുന്നത്, സിംഗുലർ. അപ്പൊ the sun rises in the east. സിംഗുലർ പ്ലൂറൽ തറവാക്കി വെക്കണം. ഓക്കെ, വെള്ളം 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്നു. അതൊക്കെ ഒരു ഫാക്റ്റ് ആണ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വാട്ടർ ബോയിൽസ്. ഓക്കെ, ഭൂമി സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്നു. റിവോൾവ്, ഭ്രമണം ചെയ്യുക. ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ. സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്നു, റിവോൾവ്സ്. അവിടെ സിംഗുലർ ആണ് വെർബ് വരുന്നത്. ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ.
ഓക്കെ. പക്ഷികൾ പറക്കുന്നു. പക്ഷി പറക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞേ, പക്ഷികൾ. അവിടെ ബേർഡ്സ് ആണ്. പറക്കുക എന്നുള്ളതിന് ഫ്ലൈ. അപ്പൊ അവിടെ ഫ്ലൈസ് വരില്ല, പക്ഷികൾ പ്ലൂറൽ ആയതുകൊണ്ട്. എന്തേ വരുള്ളൂ? ഫ്ലൈ. ബേർഡ്സ് ഫ്ലൈ. അതേസമയത്ത് ഒരു പക്ഷിയായിരുന്നെങ്കിലോ ബേർഡ് ഫ്ലൈസ്. ബേർഡ്സ് ആകുമ്പോ ഫ്ലൈ. ഓക്കെ. സൺ റൈസസ്, വാട്ടർ ബോയിൽസ്, എർത്ത് റിവോൾവ്സ്, ബേർഡ്സ് ഫ്ലൈ. സിംഗുലർ സിംഗുലർ, പ്ലൂറൽ പ്ലൂറൽ. അടുത്ത ഉപയോഗം ഹാബിച്വൽ ആക്ഷൻ അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻസ്. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു, അതിനെ എഴുന്നേൽക്കാറുണ്ട്, പോകാറുണ്ട്, അങ്ങനെയും പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മുടെ ക്ലോക്കിലായിട്ട് നമ്മൾ പറയുന്നത് അതുപോലെ പറയുക. അതായത് ഡെയിലി റുട്ടീനാന്ന് ഓർത്താൽ മതി. അല്ലാണെങ്കിൽ ഉണ്ട്, എഴുന്നേൽക്കാറുണ്ട്, പോകാറുണ്ട് അങ്ങനെ വേണ്ട. രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, അങ്ങനെ പറയുന്ന എല്ലാം ഡെയിലി റുട്ടീൻസ് ആണ്. ഓക്കെ. അപ്പൊ ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, സബ്ജക്റ്റ് ആരാണ്? ഞാനാണ്. അപ്പൊ എന്ത് വരും അവിടെ? നമ്മൾ ഓൾറെഡി പറഞ്ഞു സിംഗുലർ സിംഗുലർ, പ്ലൂറൽ പ്ലൂറൽ ആണ്. ഐ ഞാൻ ഒരാളെ ഉള്ളൂ. പക്ഷേ ഐയും യുവും ഇംഗ്ലീഷിലൊരു ബഹുമാനമൊക്കെ കൊടുത്ത് അതിന്റെ കൂടെ എന്തേ ഉപയോഗിക്കത്തുള്ളൂ? ഐയുടെ യുവിന്റെയും കൂടെ പ്ലൂറൽ വെർബേ ഉപയോഗിക്കത്തുള്ളൂ. ഐ ആൻഡ് യു ആർ കൺസിഡേർഡ് ആസ് പ്ലൂറൽ ഇൻ ഇംഗ്ലീഷ്. വിത്ത് ഐ ആൻഡ് യു യൂസ് ഓൺലി പ്ലൂറൽ വെർബ്സ്. അതുകൊണ്ട് ഐ വേക്സ് എന്ന് പറയില്ല. പിന്നെ എന്താണ്? ഐ വേക്ക്. ഐ വേക്ക് അപ്പ് അറ്റ് 6 AM. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഓക്കെ. അവൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കുക, ആരാണ് സബ്ജക്റ്റ്? പോകുന്ന ആളാരാണ്? അവൻ. അപ്പൊ ഹി, ഷീ, ഇറ്റ് സിംഗുലർ ആണ്. ഐ, യു, വി, ദേ പ്ലസ് പ്ലൂറൽ ആണ്. അപ്പൊ ഇവിടെ ഹി ഒറ്റയാളാണ്, അവനാണ്. അപ്പൊ എന്ത് വരും? പോവുക എന്നുള്ളതിന് ഗോ. അപ്പൊ ഹി ഗോ എന്ന് പറയില്ല. പിന്നെ എന്താണ്? ഹി ഗോസ് ടു സ്കൂൾ എവറി ഡേ. ഇതാണ് ഇതിനകത്ത് ഓർത്തിരിക്കാനുള്ളത് കേട്ടോ. ഹി ഗോസ് ടു സ്കൂൾ എവറി ഡേ. എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണിത്. ഹി ഗോസ് ടു സ്കൂൾ എവറി ഡേ. അവൾ രാവിലെ ചായ കുടിക്കുന്നു. അവിടെയും സബ്ജക്റ്റ് ആരാണ്? അവളാണ്, ഒരാളെ ഉള്ളൂ. അപ്പൊ കുടിക്കുക എന്നുള്ളതിന് ഡ്രിങ്ക്. അപ്പൊ ഷീ ആയതുകൊണ്ട് എന്ത് പറയും? ഷീ ഡ്രിങ്ക്സ് ടീ ഇൻ ദ മോർണിംഗ്. ഷീ ഡ്രിങ്ക്സ് ടീ ഇൻ ദ മോർണിംഗ്. ഓക്കെ. ഞങ്ങൾ വൈകുന്നേരം ഇംഗ്ലീഷ് പഠിക്കുന്നു. അവിടെ ആരാണ് സബ്ജക്റ്റ്? ഞങ്ങൾ. അപ്പൊ ഒന്നിൽ കൂടുതലാണ്. അപ്പൊ പഠിക്കുക എന്നുള്ളതിന് സ്റ്റഡി. അപ്പൊ അവിടെ സ്റ്റഡീസ് വരില്ല. പിന്നെന്താണ്? വി സ്റ്റഡി ഇംഗ്ലീഷ് എവറി ഈവനിങ്. ഓക്കെ. വി സ്റ്റഡി ഇംഗ്ലീഷ് എവറി ഈവനിങ്. നിത്യമുള്ള കാര്യങ്ങളെല്ലാം, നമ്മുടെ ഹാബിച്വൽ ആക്ഷനും റുട്ടീനും എല്ലാ കാര്യങ്ങളും, ദിവസേനയുള്ള കാര്യങ്ങളെല്ലാം സിമ്പിൾ പ്രസന്റിലാണ് പറയുന്നത്. അവിടെ തെറ്റ് വരുന്ന ഇതാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. സബ്ജക്റ്റ് സിംഗുലർ, വെർബ് സിംഗുലർ. സബ്ജക്റ്റ് പ്ലൂറൽ, വെർബ് പ്ലൂറൽ. എക്സെപ്ഷൻ ഐ, യു. അവർ ഞായറാഴ്ചകളിൽ ക്രിക്കറ്റ് കളിക്കുന്നു, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അവരാണ് ദേ. കളിക്കുക എന്നുള്ളതിന് പ്ലേ. ദേ പ്ലേ ക്രിക്കറ്റ് ഓൺ സൺഡേസ്. ദേ പ്ലേ ക്രിക്കറ്റ് ഓൺ സൺഡേസ്. സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ്. എസ് പ്ലസ് വി പ്ലസ് ഒ ആണ് ഇംഗ്ലീഷിൽ. സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ്. ദേ പ്ലേ ക്രിക്കറ്റ് ഓൺ സൺഡേസ്. ഞായറാഴ്ചകളിൽ ക്രിക്കറ്റ് കളിക്കുന്നു. ഓക്കെ. ഇനി അടുത്ത ഉപയോഗം എന്ന് പറയുന്നത് ജനറൽ ഫാക്ട്സ് അല്ലെങ്കിൽ പെർമനന്റ് സിറ്റുവേഷൻ. പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഫാക്ട്സ് പറയാൻ ഉപയോഗിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് റൊട്ടീനും ഹാബിച്വൽ ആക്ഷൻ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഇപ്പൊ ഞാൻ വൈക്കത്ത് താമസിക്കുന്നു. ഐ താമസിക്കുക എന്നുള്ളതിന് ലീവ്. ഐ ആയതുകൊണ്ട് ഐ ലീവ് ഇൻ വൈക്കം. ഓക്കെ. ഇനി അവൾ മലയാളവും ഇംഗ്ലീഷും സംസാരിക്കുന്നു. ഷീ സംസാരിക്കുക എന്നുള്ളതിന് സ്പീക്ക്. ഷീ ആയതുകൊണ്ട് സ്പീക്സ്. ഷീ സ്പീക്സ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ഓക്കെ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. അവൻ ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുക എന്നുള്ളതിന് വർക്ക്. അവനായതുകൊണ്ട് ഹി വർക്ക്സ്. ഹി വർക്ക്സ് ആസ് എ ടീച്ചർ. ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. അവർ പച്ചക്കറികൾ വിൽക്കുന്നു. വിൽക്കുക എന്നുള്ളതിന് എന്താണ്? സെൽ. അവരാണ് ദേ. പ്ലൂറലാണ് സബ്ജക്റ്റ്. അപ്പൊ അവിടെ എന്തേ വരത്തുള്ളൂ? സെൽ. ദേ സെൽ വെജിറ്റബിൾസ്. ഓക്കെ. എന്റെ അച്ഛൻ ഒരു ബസ് ഓടിക്കുന്നു. ഓടിക്കുക എന്നുള്ളതിന് ഡ്രൈവർ. അപ്പൊ മൈ ഫാദർ
ഫാദർ അവിടെ ഒരാളെ ഉള്ളൂ, അച്ഛൻ. അപ്പൊ എന്ത് വരും? ഡ്രൈവ്സ് എ ബസ്. മൈ ഫാദർ ഡ്രൈവ്സ് എ ബസ്. ഓക്കെ. അപ്പൊ ഐ ലീവ്, ഷീ സ്പീക്സ്, ഹി വർക്സ്, ദേ സെൽ, ഫാദർ ഡ്രൈവ്സ്. ഐയുടെ കൂടെ യുവിന്റെ കൂടെ പ്ലൂറല്, ദേ പ്ലൂറല്, ഹി ഷീ ഫാദർ സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വെർബ്. ഓക്കെ. ഇനി അടുത്തത് ഒരു ഇൻസ്ട്രക്ഷനോ ഡിറക്ഷനോ ഒക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. നിങ്ങളുടെ പുസ്തകം തുറക്കൂ. ഓപ്പൺ യുവർ ബുക്ക്. ഇമ്പരേറ്റീവ് സെന്റൻസ് ആയിട്ട് പറയുമ്പോഴും ഓപ്പൺ യുവർ ബുക്ക്. ഇനി ആദ്യം വെള്ളം തിളപ്പിക്കുക. നമ്മളെ പ്രോസസ് ഒക്കെ പറയുമ്പോൾ ഇങ്ങനെയാണ്. ആദ്യം വെള്ളം തിളപ്പിക്കുക. ഫസ്റ്റ് ബോയിൽ ദ വാട്ടർ. ഫസ്റ്റ് ബോയിൽ ദ വാട്ടർ. പഞ്ചസാര പാലിൽ ചേർക്കുക. മിക്സ് ദ ഷുഗർ വിത്ത് മിൽക്ക്. മിക്സ് ദ ഷുഗർ വിത്ത് മിൽക്ക്. സ്റ്റേഷനിലേക്ക് നടക്കുക. വാക്ക് ടു ദ സ്റ്റേഷൻ. വാക്ക് ടു ദ സ്റ്റേഷൻ. ഇങ്ങനെയുള്ളിടത്ത് നമ്മൾ എന്താ പറയുന്നത്? സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഹെഡ്ലൈൻസ്, സ്പോർട്സ് കമന്ററി, അതുപോലെ ഫ്യൂച്ചർ ടൈം ടേബിൾസ്. സിമ്പിൾ ഫ്യൂച്ചറിലെ കാര്യം പറയാനും സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം. ഇന്ത്യ മത്സരം ജയിക്കുന്നു. ഇന്ത്യ വിൻസ് ദ മാച്ച്. ഇന്ത്യ വിൻസ്, ജയിക്കുക എന്നുള്ളതിന് വിൻ. ഇന്ത്യ വിൻസ് ദ മാച്ച്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ട്രെയിൻ രാവിലെ 6 മണിക്ക് പുറപ്പെടുന്നു. ദ ട്രെയിൻ, പുറപ്പെടുക എന്നുള്ളതിന് ലീവ്, അവിടെ സിംഗുലർ ആണ്. ദ ട്രെയിൻ ലീവ്സ് അറ്റ് 6 AM. കട 10 മണിക്ക് തുറക്കുന്നു. ദ ഷോപ്പ് ഓപ്പൺസ് അറ്റ് 10 AM. ഷോപ്പ് സിംഗുലർ ആണ്, അതുകൊണ്ട് ഓപ്പൺസ്. അടുത്ത സിനിമ 7 മണിക്ക് തുടങ്ങുന്നു. ദ മൂവി സ്റ്റാർട്ട്സ് അറ്റ് 7 PM. ഓക്കെ. അപ്പൊ ഇന്ത്യ വിൻസ്, ട്രെയിൻ ലീവ്സ്, ഷോപ്പ് ഓപ്പൺസ്, മൂവി സ്റ്റാർട്ട്സ്. ഇത്രയാണ് നിങ്ങള് പോസിറ്റീവില് അതിന്റെ ഉപയോഗ സഹിതം പോസിറ്റീവ് സെന്റൻസസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി ഇതെല്ലാം നെഗറ്റീവിൽ പറയാം. നിങ്ങൾക്കറിയാം നെഗറ്റീവ് പറയുമ്പോൾ നോട്ട് ചേർത്താണ് പറയുന്നത്. ഐ ആം എ ടീച്ചർ, ഐ ആം നോട്ട് എ ടീച്ചർ, ഐ ആം ഇൻ എ ടീച്ചർ. അപ്പൊ നോട്ട് ചേർത്ത് പറയാൻ നമുക്കറിയാം. സിമ്പിൾ പ്രസന്റില് നിങ്ങൾ നോക്കിക്കേ, ഐ ഈറ്റ് മീറ്റ്, ഞാൻ മാംസം കഴിക്കുന്നു നമ്മൾ പറയുന്നു എന്ന് വെച്ചോ, അല്ലെങ്കിൽ മാംസം കഴിക്കുന്നു, അല്ലെങ്കിൽ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഐ ലൈക്ക് ചോക്ലേറ്റ്, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. നമ്മൾ ഐ നോട്ട് ഈറ്റ് ചോക്ലേറ്റ് എന്നോ ഐ നോട്ട് ലൈക്ക് ചോക്ലേറ്റ് എന്നോ പറഞ്ഞാൽ അത് ശരിയാവില്ല. അതായത് നെഗറ്റീവ് പറയാനും ക്വസ്റ്റ്യൻ ചോദിക്കാനും ഓക്സിലറി വെർബിന്റെ സഹായമുണ്ട്, വേണം. സിമ്പിൾ പ്രസന്റിൽ പറയുന്ന സെന്റൻസിനകത്ത് എന്തില്ല? ഓക്സിലറി വെർബ്സ് ഇല്ല. സിമ്പിൾ പ്രസന്റിൽ അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ദ സബ്ജക്ട് അവിടെ ഡു ആൻഡ് ഡസ് ആണ് ഉപയോഗിക്കുന്നത്. ഡു പ്ലൂറല്, ഡസ് സിംഗുലർ. അപ്പൊ ഐ യു വി ദേ പ്ലസ് ഡു, ഹി ഷീ ഇറ്റിന്റെ കൂടെ സിംഗുലർ ആണ് വരുന്നത്, ഡസ്. അപ്പൊ ഡു ഡസ് മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാം, ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഡൂവും ഡസും ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കാം. അത് ഞാനൊക്കെ ഓക്സിലറി വെർബിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് എടുത്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഇവിടെ ഇടാം. ഓക്കെ. അപ്പൊ ഞാൻ മാംസം കഴിക്കാറില്ല എങ്ങനെ പറയും? ഐ നോട്ട് ഈറ്റ് മീറ്റ് എന്നല്ല, പിന്നെ എന്താണ്? ഈറ്റ് എന്നുള്ളതിനകത്ത് എന്തുണ്ട്? ഡു ഈറ്റ് എന്ന് ഓർക്കുക നിങ്ങൾ. അങ്ങനെ ഗ്രാമാറ്റിക്കലായിട്ട് ഡു പ്ലസ് ഈറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ എഴുതുന്നു ഈറ്റ് ഈസ് ഈക്വൽ ടു ഡു പ്ലസ് ഈറ്റ്. അപ്പൊ നെഗറ്റീവ് പറയുമ്പോ എന്ത് പറയും? ഐ ഡോണ്ട് ഈറ്റ് മീറ്റ്, ഐ ഡോണ്ട് ഈറ്റ് മീറ്റ്. ഓക്കെ. അതായത് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഐ യു ദേ വി പ്ലസ് ഡു, ഐ യോ ദേ വി ഡ. ഐ ഗോ, ഗോ എന്ന് പറയുന്നതിനകത്ത് എന്താണ്? ഡു പ്ലസ് ഗോ ആണ്. നെഗറ്റീവ് ആകുമ്പോ എന്ത് വരും? ഐ ഡോണ്ട് ഗോ. ഇനി സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോ വെർബ് എന്തായിരിക്കണം? സിംഗുലർ, വെർബ് പ്ലസ് എക്സ് ആയിരിക്കണം. അതായത് ഒരാളാണെങ്കിൽ യെസ്, ഇരുവരാണെങ്കിൽ യെസ് ഇല്ല. യെസ് എന്ന് പറഞ്ഞാൽ സമ്മതമുള്ള, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അയ്യോ വി ദേ ഡു, അയ്യോ ദേ വി ഡ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത്രയാണ് അതിന്റെ കൂടെ ഡു അല്ലെങ്കിൽ പ്ലൂറൽ വെർബ് ആണെന്ന് ഉപയോഗിക്കുക. അതേപോലെ ഒരാളാണെങ്കിൽ എന്ത് വന്നം? യെസ് ചേർത്ത് വന്നം. മനസ്സിലാവുന്നുണ്ടോ? സിംഗുലർ ആണെങ്കിൽ എന്ത് വന്നം വെർബ്? യെസ്. അപ്പൊ എങ്ങനെ പറയാം? ഓർത്ത് വെക്കണം. ഒരാളാണെങ്കിൽ യെസ്, ഇരുവരാണെങ്കിൽ യെസ് ഇല്ല എന്നങ്ങ് ഓർത്ത് വെക്കുക. ഓക്കെ. ഇഫ് ഇറ്റ് ഈസ് വൺ പേഴ്സൺ വെർബ് ഗെറ്റ്സ് യെസ്. ഇഫ് ഇറ്റ് ഈസ് ടു ഓർ മോർ പീപ്പിൾ
verb gets no s. അതായത് അല്ലെങ്കിൽ I, you, we, they പ്ലസ് എന്താണ് do അല്ലെങ്കിൽ go, അങ്ങനെ റൂട്ട് ഫോം ആണ്. he, she, it അല്ലെങ്കിൽ റാണി പ്ലസ് എന്ത് വരും does. ഓക്കെ. അവൾ ടി വി കാണുന്നില്ല. അപ്പൊ നമ്മൾ അവൾ ടി വി കാണുന്നു എന്നാണെങ്കിലോ ഷീ വാച്ച് ടി വി എന്നേ പറയുള്ളൂ, വാച്ച് പറയില്ല, സിംഗുലർ ആണ്. അപ്പൊ ഈ വാച്ച് എന്ന് പറയുന്നതിനകത്ത് എന്തുണ്ടെന്ന് ഓർക്കുക, ഡസ്. ആ ഡസിനെ ഇങ്ങ് എടുക്കുക. പിന്നെ അപ്പുറത്ത് എന്തേ വരാവുള്ളൂ, ഡു ആണേലും ഡസ് ആണേലും അപ്പുറത്ത് എന്തേ വരുള്ളൂ, റൂട്ട് ഫോമേ വരുള്ളൂ എന്ന് ഓർക്കുക. അപ്പൊ ഷീ ഡസന്റ് വാച്ച് ടി വി. ഇപ്പൊ ഇവിടെ വാച്ച് കണ്ടോണ്ട് അപ്പുറത്ത് ഡസന്റ് വാച്ച് എന്ന് എഴുതരുത്. ആ യെസ് ആണ് ഇങ്ങോട്ട് എടുത്ത് എന്തായിട്ട് ഡസ്. അപ്പൊ he doesn't she doesn't watch TV. അവൾ ടി വി കാണുന്നില്ല. ഓക്കെ. ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറില്ല. ഞങ്ങളാണ് അവിടെ സബ്ജക്റ്റ്. അപ്പൊ ഡു വരുവോ ഡസ് വരുവോ, അല്ലെങ്കിൽ പ്ലേ വരുവോ പ്ലേസ് വരുവോ, പ്ലേ. അപ്പൊ പ്ലേ എന്ന് പറയുമ്പോ എന്തായിരിക്കും വരുന്നത്, ഡു. അപ്പൊ വി പ്ലേ ഫുട്ബോൾ, ദെൻ വി ഡു പ്ലേ എന്നുള്ളത് എങ്ങനെയാക്കും, പ്ലേ എന്ന് പറയുന്നത് ഡു പ്ലസ് പ്ലേ ആണെന്ന് ഓർക്കുക. ഡു പ്ലേ പ്ലേസ് ഡസ് പ്ലേ, അങ്ങനെ ഓർത്ത് വയ്ക്കുക കുറെ ഉണ്ടോന്ന് എക്സാമ്പിൾ. അപ്പൊ വി ഡോണ്ട് പ്ലേ ഫുട്ബോൾ. ഇങ്ങനെയൊക്കെ ഓർത്താലേ അത് ഇരിക്കുവോ, മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ പഠിച്ചിരിക്കും. ഇങ്ങനെ സംശയമുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞേ, ഇതിങ്ങനെ എപ്പോഴും നമുക്കറിയാം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വരുന്ന കുട്ടികൾ എപ്പോഴും തെറ്റിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. കണ്ടിന്യൂസ് ഒന്നും പറയുമ്പോൾ അങ്ങനെ തെറ്റില്ല. ഈ ടെൻസ് ഉപയോഗിക്കുകയില്ല, പേടിച്ചിട്ട് ഇത് പറയുമ്പോൾ മിസ്റ്റേക്ക്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ തെറ്റ് വരുന്നത് ഇങ്ങനെയാണ്. അവൻ ഇമെയിൽ എഴുതാറില്ല. എഴുതുക എന്നുള്ളതിന് റൈറ്റ്, അവനായതുകൊണ്ട് എന്ത് വരും, റൈറ്റ്സ്. അപ്പൊ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡസ് പ്ലസ് റൈറ്റ്. ഇപ്പൊ നെഗറ്റീവ് ഉടനെ അങ്ങനെയൊന്നും ഓർക്കണ്ട, ആദ്യം ഓർത്താൽ മതി. അപ്പൊ ഹി ഡസന്റ് റൈറ്റ് ഇമെയിൽസ്. ഓക്കെ. അവർ ഫ്രഞ്ച് സംസാരിക്കാറില്ല. അവരായതുകൊണ്ട് എന്താണ്, ദേ. സ്പീക്കേ വരുള്ളൂ. അപ്പൊ സ്പീക്ക് എന്ന് പറയുന്നത് എന്താണ്, ഡു. ഡു പ്ലസ് സ്പീക്ക് ആണ് സ്പീക്ക്. ഇപ്പൊ എങ്ങനെ പറയും, ദേ ഡോണ്ട് സ്പീക്ക് ഫ്രഞ്ച്. ഇങ്ങനെ പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വരും കുറച്ച് കഴിയുമ്പോൾ. ദേ ഡോണ്ട് സ്പീക്ക് ഫ്രഞ്ച്. ഈ ക്ലൂസ് എല്ലാം ഞാൻ പറഞ്ഞു തന്നൊന്ന് ഓർത്ത് വെക്കുക. ദേ ഡോണ്ട് സ്പീക്ക് ഫ്രഞ്ച്. ഇനി നമ്മൾ പോസിറ്റീവ് സെന്റൻസ് പറഞ്ഞു, നെഗറ്റീവ് സെന്റൻസ് പറഞ്ഞു. ഇനി പോസിറ്റീവ് ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ എന്ന് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. യെസ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞാല് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വേർഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് മെയിൻ വെർബ് ആണ്. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, ലിങ്ക് ഇടാം. ഓക്സിലറി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്സിലറി വെർബ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിമ്പിൾ പ്രസന്റിൽ അവിടെ ഓക്സിലറി വെർബ് ഇല്ല, പകരം ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഡു ഡസ് ചേർക്കുന്നു. അപ്പൊ നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ, നിനക്കെന്നാണ് ചോദിക്കുന്നത്, യു. അപ്പൊ എന്താണ്, യു ലൈക്ക് ആണ്. തിരിച്ചെന്ത് വരും, ഡു യു ലൈക്ക് ചോക്ലേറ്റ്. മനസ്സിലായോ? ആൻസർ പറയുമ്പോ എന്താണ്, യെസ് ഐ ലൈക്ക്, അല്ലെങ്കിൽ യു ലൈക്ക് ചോക്ലേറ്റ്. ഡു യു ലൈക്ക് ചോക്ലേറ്റ്, നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ. ഓക്കെ. ഇനി അവർ കൊച്ചിയിൽ താമസിക്കുന്നുണ്ടോ. അവർ താമസിക്കുക എന്നുള്ളതിന് ലീവ്. അപ്പോഴേ ഓർക്കുക ഏതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യും, ഡു. ഡു ലീവ് ഈസ് ഈക്വൽ ടു ഡു ലീവ്. ഡു ദേ ഓക്സിലറി വെർബ് ആദ്യം വരണം, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വെർബ്. ഡു ദേ ലീവ് ഇൻ കൊച്ചി. ഓക്കെ. അവൾ നന്നായി പാടുന്നുണ്ടോ. സബ്ജക്റ്റ് ആരാണ്, അവൾ. അപ്പൊ ഓർക്കുക സിങ്സ് എന്നേ വരുള്ളൂ. തിരിച്ചെന്ത് വരും, ഡസ് സിങ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ഡു അല്ല പിന്നെ എന്താണ്, ഡസ് ഷീ സിങ് വെൽ. അവർ നന്നായി പാടുന്നുണ്ടായിരുന്നെങ്കിലോ, ഡു ദേ സിങ് വെൽ. അതിങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ. ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ടോ. ആർക്കാണ്, നമുക്ക്, വി. അപ്പൊ ഉണ്ട് എന്നുള്ളതിന് എന്താണ്, ഹാവ്. ഹാവ് ഈസ് ഈക്വൽ ടു ഡു പ്ലസ് ഹാവ് ആണ്. അപ്പൊ എങ്ങനെ ചോദിക്കും, ഡു വി ഹാവ്. അവിടുത്തെ ഹാവ് ഉണ്ടെന്നുള്ള മെയിൻ വെർബ് ആണ്, ഓക്സിലറി വെർബ് അല്ല. അപ്പൊ ഡു വി ഹാവ് ക്ലാസ് ടുഡേ. ആൻസർ ആണെങ്കിലോ യെസ് വി ഹാവ് ക്ലാസ് ടുഡേ. നോ ആണെങ്കിലോ വി ഹാവിന്റ് ക്ലാസ് ടുഡേ. അപ്പൊ ഒരു സെന്റൻസ് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞ് പഠിക്കണം. വ്യക്തമായിട്ട് ഓരോ ടെൻസും തറവാക അവസാനം 12 എണ്ണം ഒന്നിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. അവൻ പത്രം വായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വായിക്കാറുണ്ടോ. അവൻ വായിക്കുക എന്നുള്ളതിന് എന്ത് പറയും, ഹി റീഡ്സ്. തിരിച്ചെന്ത് വരും, റീഡ്സ് എന്ന് പറയുന്നത് ഡസ് റീഡ് ആണ്. ഡസ്
he read the newspaper. ഓക്കെ, ഇത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നെങ്കിലോ, അവൾ നന്നായി പഠിക്കുന്നില്ലേ എന്നാ ചോദിക്കുന്നെങ്കിലോ, ഷീ സ്റ്റഡീസ് എന്നാണ് വരുന്നത്. തിരിച്ച് നെഗറ്റീവ് വരണം. എന്ത് വരും? ഡസന്റ് ഷീ സ്റ്റഡി വെൽ. ആൻസർ പറയുമ്പോഴാണെങ്കിലോ ഷീ ഡസന്റ് സ്റ്റഡി ആണ് നമ്മൾ പറയുന്നത്. തിരിച്ചോ, ഡസന്റ് ഷീ സ്റ്റഡി വെൽ. അത് നെഗറ്റീവ് ഓർത്ത് നോക്കിയാൽ മതി. അവിടെ ഷീ ആകുമ്പോ ഡസ് ആണ് വരുന്നതെന്ന് ഓർക്കുക. തിരിച്ച് അത് ആദ്യം എടുത്തിടുക. നമുക്ക് നെഗറ്റീവ് ക്വസ്റ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇംഗ്ലീഷിൽ നെഗറ്റീവ് ക്വസ്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവർ ഫുട്ബോൾ കളിക്കുന്നില്ലേ, അവരാണ്. ഇപ്പൊ ഡസ് അല്ല വരണ്ട, പിന്നെ എന്താണ്? ഡു ആണ്. ഇപ്പൊ നെഗറ്റീവ് ആകുമ്പോ എന്ത് വരും? ഡോണ്ട്. ഡോണ്ട് ദേ പ്ലേ ഫുട്ബോൾ. ഡോണ്ട് ദേ പ്ലേ ഫുട്ബോൾ. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഒരെണ്ണം എടുത്ത് 4 തരത്തിൽ. ഇപ്പൊ ഡു എന്നുള്ളത് പ്രധാന ക്രിയയായിട്ടും ഓക്സിലറി വെർബായിട്ടും വരും. പ്രധാന ക്രിയയായിട്ട് വരുന്നിടം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അവൻ ഹോംവർക്ക് ചെയ്യുന്നു. അവിടെ ചെയ്യുക എന്നുള്ള വെർബ് ഏതാണ്? ഡു. അവിടെ എങ്ങനെ ഈ ഓക്സിലറി വെർബ് ചേർത്ത് ചോദിക്കും നമുക്ക് നോക്കാം. അപ്പൊ എങ്ങനെ പറയും? ഹി ഡസ് ഹിസ് ഹോംവർക്ക്. അവൻ അവന്റെ ഹോംവർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട്. തിരിച്ച് അവൻ ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ? ഡസ് ഹി ഡു ഹിസ് ഹോംവർക്ക്. അതായത് ഡസ് എന്താണ്? പ്ലസ് ഡു ആണ് എന്ത്? ഡസ് എന്ന് വരുന്നത്. അപ്പൊ ഡസ് ഹി ഡു ഹിസ് ഹോംവർക്ക്. തിരിച്ച് അവൻ ഹോംവർക്ക് ചെയ്യാറില്ല എന്നാണെങ്കിലോ, ഹി ഡസന്റ് ഡു ഹിസ് ഹോംവർക്ക്. അവൻ ഹോംവർക്ക് ചെയ്യാറില്ലേ? ഡസന്റ് ഹി ഡു ഹിസ് ഹോംവർക്ക്. ഇത് ദേ ആയിരുന്നെങ്കിലോ, ദേ ഡു ഹിസ് ഹോംവർക്ക്. തിരിച്ച് എന്ത് വരും? ഡു ദേ ഡു. അങ്ങനെ തന്നെ വരും. ഡു പ്ലസ് ഡു ആകുമ്പോ ഡു. ഡസ് പ്ലസ് ഡു ഡസ്. അതിനകത്ത് ആദ്യത്തെ ഓക്സിലറി, രണ്ടാമത്തെ മെയിൻ വെർബ്, അങ്ങനെയാ വരുന്നത്. അപ്പൊ അവൻ ഹോംവർക്ക് ചെയ്യാറില്ലേ? ഡസന്റ് ഹി ഡു ഹിസ് ഹോംവർക്ക്. ഇങ്ങനെ ഓർക്കുക, ഡസ് എന്നുള്ള മെയിൻ വെർബിനകത്ത് ഡു പ്ലസ് ഡസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അവർ ജിമ്മിൽ പോകാറുണ്ട്. ദേ ഗോ ടു ജിം. ദേ പ്ലൂറൽ ആയതുകൊണ്ട് എന്ത് വരും? ഗോ. ദേ ഗോ ടു ജിം. തിരിച്ച് പോകാറുണ്ടോ? ഡു ദേ ഗോ ടു ജിം. അവർ പോകാറില്ല ജിമ്മില്. ദേ ഡോണ്ട് ഗോ ടു ജിം. അവർ പോകാറില്ലേ? ഡോണ്ട് ദേ ഗോ ടു ജിം. അപ്പൊ ഗോ എന്ന് പറയുന്നത് എന്താണ്? ഡു ഗോ. ഓക്കെ, ഇനി WH ക്വസ്റ്റ്യൻ. ഇത്ര നേരം നമ്മൾ പഠിച്ചത് എന്താണ്? എസ് എന്ന ക്വസ്റ്റ്യൻ ഓക്സിലറി വെർബ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി WH ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വേർഡ്സ് 14 എണ്ണം ഉണ്ട്. WH കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 എണ്ണം പ്ലസ് 8, അങ്ങനെ വരും. 8 പ്ലസ് 6 14 എണ്ണം വരും. വാട്ട്, വെൻ, വേർ, വൈ, ഹു, ഹും, ഹുസ്, വിച്ച്, അങ്ങനെ. അപ്പൊ WH ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് മെയിൻ വെർബ്. എന്താണോ ചോദിക്കേണ്ടത് ആ ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വരിക. നീ എന്ത് ചെയ്യുന്നു? എന്ത് എന്നുള്ളതിന് എന്താണ്? വാട്ട്. ചെയ്യുക എന്നുള്ളതിന് ഡു. അപ്പൊ എന്ത് വരും? ഡു പ്ലസ് ഡു ആണ് ഡു. അപ്പൊ വാട്ട് ഡു യു ഡു. ആദ്യത്തെ ഡു എന്താണ്? ഓക്സിലറി വെർബ്. പിന്നെ സബ്ജക്റ്റ്. പിന്നെ വരുമ്പോ ഡു എന്താണ്? മെയിൻ വെർബ്. ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് വരുന്നത്. അപ്പൊ വാട്ട് ഡു യു ഡു, ഹൗ ഡു യു ഡു, വാട്ട് ഡു യു ഡു നമ്മൾ ചോദിക്കാറുണ്ട്. ആ 2 ഡൂവും തമ്മിലുള്ള വ്യത്യാസം, ആദ്യത്തെ ഡു സഹായക്രിയയും രണ്ടാമത്തെ ഡു മെയിൻ വെർബാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നതാണെങ്കിലോ, വാട്ട് ഡസ് ഹി ഡു. ഓക്കെ, അവൾ എവിടെയാണ് താമസിക്കുന്നത്? എവിടെ എന്നുള്ളതിന് എന്താണ്? വെയർ. അവൾ താമസിക്കുക എന്നുള്ളതിന് എന്താ പറയുന്നത്? ഷീ ലീവ്സ്. അപ്പൊ എന്ത് വരും? ഡസ് ലീവ് വരും. അപ്പൊ അവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്? ഡസ്. വെയർ ഡസ് ഷീ ലീവ്. ഓക്കെ, അവർ എപ്പോഴാണ് കളിക്കുന്നത്? എപ്പോൾ എന്നുള്ളത് എന്താണ്? വെൻ. അവരാണ് ദേ പ്ലേ. വെൻ ഡു ദേ പ്ലേ. ദേ പ്ലൂറൽ ആയതുകൊണ്ട് ഡു പ്ലേ വരത്തുള്ളൂ. അപ്പൊ ഡു പ്ലേ. വെൻ ഡു ദേ പ്ലേ. ഓക്കെ, നീ എന്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു? നീ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? എന്തുകൊണ്ടെന്നുള്ളതിന് എന്താണ്? വൈ, റീസൺ കാണിക്കാൻ. അപ്പൊ യു സ്റ്റഡി എന്നാണ് വരുന്നത്. അപ്പൊ ഡു യു സ്റ്റഡി. വൈ ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, ഇതിങ്ങനെ മനസ്സിലാക്കി മാറ്റി മാറ്റി സബ്ജക്ട് വെച്ച് നിങ്ങൾ നോക്കണം. അവൻ എങ്ങനെ യാത്ര ചെയ്യുന്നു? അവനാണ്. അപ്പൊ ഹി ട്രാവൽസ് എന്നാണ് വരുന്നത്. തിരിച്ചു വരുമ്പോഴോ ഡസ് ട്രാവൽ. ഹൗ ഡസ് ഹി ട്രാവൽ.
ഓക്കെ, ഞാൻ ഇത്രയും ഫോമാറ്റ്, അതിന്റെ പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻ, ഇതെല്ലാം കൃത്യമായിട്ട് അതിന്റെ യൂസസ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം കേട്ടാലൊന്നും മനസ്സിലായി പഠിക്കാൻ പറ്റത്തില്ല. 2-3 പ്രാവശ്യം ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക. ടെൻസ് തറവായാൽ നിങ്ങൾ ഒരാൾക്കും ഇംഗ്ലീഷ് പേടിക്കണ്ട, ബാക്കിയൊക്കെ തന്നെ പഠിക്കാൻ പറ്റും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. എപ്പോഴും തെറ്റിക്കുന്നതാണ്. ഇതിനെ ഞങ്ങൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യും. എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതാണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ എല്ലായിടത്തും essay ഒക്കെ എഴുതുമ്പോൾ സിമ്പിൾ പ്രസന്റിന്റെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആണ് തെറ്റുന്നത്. അപ്പൊ ഇത്രയും നേരം പഠിച്ച സമ്മറി നമുക്ക് നോക്കാം. അതായത് പതിവ് പ്രവർത്തികള്, പെർമനന്റ് ട്രൂത്ത്, ശാശ്വത സത്യങ്ങള്, ജനറൽ ഫാക്ട്സ്, ഇവയ്ക്കാണ് ഏത് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പ്രസന്റ്. പോസിറ്റീവില് അവൻ കഴിക്കുന്നു, ഹി ഈറ്റ്സ്. അതിന്റെ നെഗറ്റീവ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഡസ് ഹി ഈറ്റ്, ഈറ്റ്സ് ആയതുകൊണ്ട് ഡസ് ഈറ്റ്. നെഗറ്റീവ് അവൻ കഴിക്കുന്നില്ല, ഹി ഡസന്റ് ഈറ്റ്. അവൻ കഴിക്കുന്നില്ലേ, ഡസൻ ഹി ഈറ്റ്. അവൻ എന്ത് കഴിക്കുന്നു, വാട്ട് ഡസ് ഹി ഈറ്റ്. ഇങ്ങനെ നിങ്ങൾ ഒരു സെന്റൻസ് എടുത്ത് പറഞ്ഞു നോക്കണം. അതങ്ങനെ എല്ലാ ദിവസവും മനസ്സിലിട്ട് ഇങ്ങനെ ഉരുവിടണം, മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു നോക്കണം. സിമ്പിൾ പ്രസന്റ്, അതിനകത്ത് വരുന്ന തെറ്റെന്താണ്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്താണ്, എക്സെപ്ഷൻ ഏതൊക്കെയാണ്, യു. ഓക്കെ, വളരെ കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ജസ്റ്റ് എല്ലാം ഇങ്ങനെ റിവൈസ് ചെയ്ത് എന്നോടൊപ്പം വന്ന് അതിനോടൊപ്പം നിങ്ങൾ എഴുതി നോക്കുക. ഒരു കൊച്ചു ഡയറി എടുത്ത് വെച്ച് അതിനകത്ത് നിങ്ങൾ ഡേറ്റ് ഇട്ട് അങ്ങനെ ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ 2-3 എക്സസൈസ് ഇവിടെ ഇടാം, ചെയ്ത് കമന്റ് ബോക്സിൽ ഇടുക. അവൻ പത്രം വായിക്കാറില്ല. നിങ്ങൾ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ടോ? അവർ എവിടെ താമസിക്കുന്നു? ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഓക്കെ, ഇത്ര എഴുതി ഇടുക. എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.